guys, welcome back to Utah Home Solutions. Utah's പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ചെട്ടിയോണരമ്മയുടെ മണ്ണിലാണ്. ഇവിടെ 8 സെന്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടുന്ന ഒരു കിടിലൻ വീട് നമ്മുടെ യൂട്ടാ ഹോം സൊല്യൂഷൻസ് പണി കഴിപ്പിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടാലോ? നോർമലി നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ തൂക്ക് സ്ലാവാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ സ്ക്വയർ ട്യൂബിൽ ജാളി വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഗ്ലാഡിംഗ് ടൈലാണ് ഇവിടെ ഇട്ടേക്കുന്നത്. പിന്നെ ബ്ലാക്ക് മാറ്റ് ഫിനിഷ് ടൈലാണ് സ്റ്റെപ്പേൽ ഇട്ടിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ലൈറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടെക്സ്ചർ വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്രഞ്ച് പാളിയുടെ ഒരു 2 പാളിയുടെ ഒരു വിൻഡോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പിന്നെ നമ്മുടെ ജനലായാലും ഡോറായാലും വുഡാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സീറ്റുകളിലായിട്ടൊരു മാറ്റ് ഫിനിഷിൻ്റെ ഒരു വൈറ്റ് കളർ 4x2 ടൈലും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പൂവരശിൻ്റെ ഒരു സിംഗിൾ ഡോറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇത് ആഞ്ഞിലയുടെ കട്ടളയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഹാളിലോട്ട് വരുമ്പോഴത്തേക്ക് ലിവിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്പേസാണ്. അവിടെയായിട്ട് ഒരു TV യൂണിറ്റ്, അതുപോലെ തന്നെ ഒരു 3 പാളിയുടെ വിൻഡോ, പിന്നെ ഒരു കോർണർ സെറ്റ് ഇടാനുള്ള സ്പേസ് അത്യാവശ്യമുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ 4x2 ഗ്ലോസി ടൈപ്പ് ഐവറി ഷെയ്ഡിലുള്ള ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിങ്, ഇലക്ട്രിക്കൽ, പ്ലംബിങ് നമ്മളല്ലേ ചെയ്തിരിക്കുന്നത്. ബാക്കി വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നുവെച്ചാൽ നമ്മൾ ഇവിടുത്തേത് എൻ്റെ കൂട്ടുകാരൻ്റെ വീട് തന്നെയാണ്. അവൻ ഇലക്ട്രിക്കലും പ്ലംബിങ് എല്ലാം വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ അവനൊരു മാമൻ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്നതാണ്. അന്നേരം അവരാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ മനോഹരമായിട്ടുള്ളൊരു കൈവരി, അതിൻ്റെ സ്റ്റെയറാണ്. സ്റ്റെയറിൽ നമ്മൾ വുഡൻ ടൈപ്പ് മാറ്റ് ഫിനിഷ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു വാഷ് കൗണ്ടർ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമ്മളൊരു കോമൺ ടോയ്ലറ്റ് നമ്മളിവിടെ ഉണ്ട്. കോമൺ ടോയ്ലറ്റിനകത്ത് പിന്നെ ടൈല് എല്ലാം നമ്മൾ തന്നെ ചെയ്തതാണ്. പ്ലംബിങ്ങും കാര്യങ്ങളെല്ലാം നമ്മുടെ അവൻ തന്നെ ചെയ്തതാണ്. ഒരു ബ്ലാക്ക് ആൻഡ് പിന്നെ ഡോൾഫിനും കാര്യങ്ങളൊക്കെ ഉള്ള 3D ടൈലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ നമ്മൾ റൂമിൻ്റെ സൈസ് വരുന്നത് 10x9 പിന്നെ 3 പാളിയുടെ ജനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 പാളിയുടെ ജനലും ചെയ്തിട്ടുണ്ട്. ബാം കളറുള്ള ലൈറ്റ്സ് ആണ്, ചെറിയ ചെറിയ ലൈറ്റ്സ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. പെയിന്റും കാര്യങ്ങളെല്ലാം അവർ തന്നെയായിരുന്നു. പിന്നെ സെയിം ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പാത്രങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെ ഇവിടെ പാലുകാച്ച് കഴിഞ്ഞതേ പാലുകാച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് പാത്രങ്ങളും സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അതിനെ ക്ഷമിക്കുക. ഇതെന്തോന്ന് പോലെ മനസ്സിലായ ഇത് ആവശ്യമുള്ളപ്പം ഇതൊരു ഡൈനിങ് സ്പേസ് ആണ്. സെപ്പറേറ്റ് ഡൈനിങ്ങിനുള്ള സ്പേസ് ഇല്ല. അതിനുവേണ്ടി ഒരു ഓപ്പൺ കിച്ചൺ ചെയ്തിട്ട് അവിടെ ആയിട്ട് ലൈറ്റൊക്കെ അവൻ കൊടുത്തിട്ട് അവൻ ഇന്ന് കഴിക്കാൻ വേണ്ടിയാണ്. ഉപയോഗം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കൊടുത്തിട്ടത് ക്ലോസ് ചെയ്തകത്തോട്ട് കാത്തിടാൻ പറ്റും. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ കിച്ചണോത്ത് വരുമ്പോൾ കിച്ചണിൻ്റെ സൈസ് എന്ന് പറയുന്നത് 8x8 ഉള്ളൂ. ചെറിയൊരു കിച്ചണാണ്. കബോർഡ്സ് എങ്ങനെയുണ്ട് പൊന്നൂസേ? ഒരു ഗ്രേ കളർ ഷെയ്ഡിൽ വന്നിട്ട് കബോർഡാണ് ചെയ്തിരിക്കുന്നത്. ഫാബ്രിക്കേഷനിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ സിങ്ക്, അതുപോലെ തന്നെ ടാപ്പും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം. സെക്കൻഡ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 9x9. പിന്നെ ഇവിടെ 2 പാളിയുടെ ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളിയുടെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെയിം ടൈലും കാര്യങ്ങളെല്ലാം തന്നെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ മേളിലോട്ട് പോകാം. നമ്മൾ നേരെ മേളിലോട്ട് സ്റ്റെയർ കയറി പോകുമ്പോൾ സൈഡിലായിട്ട് ഒരു വാം കളർ പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്പേസാണ്. നമ്മൾ റൂമിലോട്ടൊക്കെ കയറാൻ വേണ്ടിയുള്ളൊരു പാസേജ് കൂട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ വരുമ്പോഴത്തേക്ക് നമ്മൾ 4 ബെഡ്റൂം എന്ന് പറഞ്ഞ് ഇത് 3ാമത്തെ ഒരു ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യാം, ഒരു ലിവിങ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് 3 പാളിയുടെ ഒരു വിൻഡോ, അതുപോലെ 2 പാളിയുടെ അടുത്ത സെയിം ഫ്രഞ്ചിൻ്റെ വിൻഡോ തന്നെ മേളിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റൂമിൻ്റെ സൈസ് വരുന്നത് 9x8. നമുക്ക് നേരെ ഇവിടെ നിന്നാണ് ബാൽക്കണിയിലോട്ട് പോകുന്നത്. ബാൽക്കണിയിലോട്ട് പോകുമ്പോഴത്തേക്ക് വെറൈറ്റി ഒരു ടെക്സ്ചർ വർക്ക് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് ചെറിയൊരു ബാൽക്കണിയാണ്. സെയിം ടൈല് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്രീൻ കളറിലെ ടെക്സ്ചർ വർക്കാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ മനോഹരമായിട്ടുള്ള സ്റ്റീലിൻ്റെ കൈവരിയും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്.
നമ്മൾ നേരെ വന്നിരിക്കുന്നത് 4ാമത്തെ ബെഡ്റൂമിലോട്ടാണ്. 4ാമത്തെ ബെഡ്റൂമിൽ നമ്മൾ 3 വാളുടെ വിൻഡോ 2 വാളുടെ വിൻഡോ ഇത് സ്ഥിരം പറയുന്നുണ്ടെന്ന് വിചാരിക്കരുത്. ഓരോരുത്തർ പറയും എല്ലാ കാര്യങ്ങളും പറയുന്നില്ല എന്നുള്ള പരാതി ഉണ്ട്, അതുകൊണ്ട് നമ്മളൊന്ന് പറയുന്നതാണ്. നമ്മുടെ താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിന്റെ സെയിം സൈസ് ബെഡ്റൂം തന്നെയാണിത്. ഇതിനകത്ത് നമ്മൾ 4x2 സെയിം ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ഇവിടുത്തെ ഡോറും കാര്യങ്ങളെല്ലാം മഹാണിയാണ് ചെയ്തിരിക്കുന്നത്. കട്ടള വന്നിട്ട് ആഞ്ഞിലുകളാണ് ചെയ്തത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ കോമൺ ബാത്റൂം. ഇതിനകത്ത് വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ ഷെയ്ഡിലെ ടൈലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ടാപ്പും കാര്യങ്ങളെല്ലാം അവർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളിത് ഓപ്പൺ ടെറസിലോട്ടുള്ള ഡോറാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല സ്പേഷ്യസ് ആയിട്ട് നമ്മുടെ കിച്ചണിൻ്റെ മേൽവശം, അത് റൂമിൻ്റെ മേൽവശമാണ് ഇവിടെ. അത്യാവശ്യം അവർക്ക് പിന്നീട് തുണി വിരിക്കാനും വാഷിംഗ് മെഷീൻ സൗകര്യങ്ങളെല്ലാം ഇവിടെ ആയിട്ട് നടക്കുന്നതാണ്. എന്നാലും നമ്മുടെ യൂട്യൂബ് ഹോം സൊല്യൂഷൻ്റെ പുതുമയാർന്ന വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അതെല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. പിന്നെ മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, അന്നേരം ഇതിനേക്കാളും പുതുമയാർന്ന വീടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ഓക്കെ ബൈ. ഉല്ലാസ് യൂട്ടക്കാൻസ് പൊന്നൂസ്.